ഹായോ, ഇന്ന് നമ്മൾ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് പറഞ്ഞ ടോപ്പിക്കാണ് പഠിക്കുന്നത്. രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. ഇപ്പം ടു ട്രയാങ്കിൾസ് ആർ സിമിലർ ഇഫ് അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. എപ്പം അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവും വേണം, കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിൽ ആവും വേണം. അപ്പൊ നമുക്ക് ഇക്വി ആംഗുലർ ട്രയാങ്കിൾസ് എന്താണെന്ന് നോക്കാം. Equiangular triangles. If the corresponding angles of two triangles are equal, then they are called equiangular triangles. രണ്ട് ട്രയാങ്കിൾസ് ഇക്വിആംഗുലർ ആണ്. ഇപ്പം അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുന്ന കേസിലാണ് നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഇക്വിആംഗുലർ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ റേഷ്യോ ഓഫ് corresponding sides of equiangular triangles is always the same. Equiangular triangles corresponding sides in the ratio എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് നമുക്ക് പറയാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ആണ്. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. നമുക്ക് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്താണെന്ന് നോക്കാം. If a line is drawn parallel to one side of a triangle to intersect the other two sides in distinct points, the other two sides are divided in the same ratio. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ലൈൻ ഉണ്ട്, അത് ഒരു സൈഡിൽ നിന്ന് പാരലൽ ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. സേ ബി സി പറഞ്ഞ സൈഡിനോട് പാരലൽ ആയിട്ട് നമ്മൾ ഡി എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് ഡിസ്റ്റിങ് പോയിന്റ്സ് ഡിയിലും ഇയിലും കൂടിയാണ് ആ ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? The other two sides are divided in the same ratio എന്ന് പറയാൻ പറ്റും. We need to prove that AD by BD AE by CE. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണക്ട് ചെയ്യാം. BE എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനറി ലൈൻ വെച്ച് കണക്ട് ചെയ്തു. അതേപോലെ DC എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻ വെച്ച് കണക്ട് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? എയിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈന് നമ്മൾ മാർക്ക് ചെയ്യും. അത് നമുക്ക് എന്ത് ചെയ്യാം? എം എന്ന് വിളിക്കാം. പിന്നെ ADനോട് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു ലൈൻ മാർക്ക് ചെയ്തു. അത് നമുക്ക് എന്ത് വിളിക്കാം? എൻ എന്ന് വിളിക്കാം. ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് പ്രൂഫിലേക്ക് നോക്കാം. എന്ത് ചെയ്യാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE എന്താണെന്ന് നോക്കാം. ADE എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് എന്താ? AD. അപ്പൊ നമുക്ക് എന്ത്? ഹാഫ് ഇൻറ്റു AD ഇൻറ്റു ഹൈറ്റ് എന്താ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, EN. ഓക്കെ, അതിന് നമുക്ക് ഏരിയന്റെ ഷോർട്ട് ആയിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE.
ഈ ട്രയാങ്കിൾ ബി ഡി ഇ, അത് നമുക്ക് ഹാഫ് ഇൻറ്റു ബേസ് എന്താ ബി ഡി, ഹൈറ്റ് എന്താ അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇ എൻ. അപ്പൊ ഇങ്ങനെ എഴുതാം. പിന്നെയോ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ സി നോക്കാം. ഡി ഇ സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി സിയുടെ ബേസ് എന്താ ഇ സി നോക്കാം. ഇ സി ഇൻറ്റു ഡി എം. ഡി എം ആണ് നമ്മളുടെ ഹൈറ്റ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി നമുക്ക് രണ്ട് ഏരിയയുടെ റേഷ്യോ നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ എന്താണെന്ന് നോക്കാം. എന്താണ് ഇത് ബൈ ഇത്, ഹാഫ് ഇൻറ്റു എ ഡി ഇൻറ്റു ഇ എൻ ബൈ ഹാഫ് ഇൻറ്റു ബി ഡി ഇൻറ്റു ഇ എൻ. ഓക്കെ, ഇതില് ഇ എനും ഇ എനും ക്യാൻസൽ ആയിപ്പോയി, ഹാഫും ഹാഫും ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എ ഡി ബൈ ബി ഡി എന്ന് കിട്ടും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ സി ചെയ്ത് നോക്കാം. എന്തായിരിക്കും, ഹാഫ് ഇൻറ്റു എ ഡി ഇൻറ്റു ഇ എൻ ബൈ ഹാഫ് ഇൻറ്റു ഇ സി ഇൻറ്റു ഡി എം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡിനെ നമുക്ക് എങ്ങനെ കൂടി എഴുതാം, ഈ സൈഡ് എടുക്കാം, ഹാഫ് ഇൻറ്റു എ ഇ ഇൻറ്റു ഡി എം ബൈ ഹാഫ് ഇൻറ്റു ഇ സി ഇൻറ്റു ഡി എം. ഡി എമ്മും ഡി എമ്മും ക്യാൻസൽ ആയിപ്പോയി, ഹാഫും ഹാഫും ക്യാൻസൽ ആയിപ്പോയി, എ ഇ ബൈ ഇ സി എന്ന് കിട്ടി. പിന്നെ നമുക്ക് എന്താ പറയാം, ഇവിടെ ട്രയാങ്കിൾ ബി ഡി ഇയും ട്രയാങ്കിൾ ഡി ഇ സിയും എന്താണ്, ഒരേ ബേസിലും രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള രണ്ട് ട്രയാങ്കിൾസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സിൻസ് ട്രയാങ്കിൾ ബി ഡി ഇ ആൻഡ് ട്രയാങ്കിൾ ഡി ഇ സി ആർ on the same base and between the same parallels, area of triangle BDE equal to area of triangle DEC എന്ന് പറയാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ ഫസ്റ്റ് ഇക്വേഷന്റെ അടിഭാഗമാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ സി എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡ് ഇക്വേഷന്റെ അടിഭാഗമാണ്. അപ്പം മോൾ ഭാഗം രണ്ടിന്റെയും സെയിം ആണ്, അടിഭാഗം രണ്ടിന്റെയും സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, അതിന്റെ റൈറ്റ് സൈഡും സെയിം ആയിരിക്കും എന്ന് പറയാം. ഇംപ്ലൈസ് എ ഡി ബൈ ബി ഡി ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്ന് പറയാം. ഇങ്ങനെ ഒരു ഫിഗർ കിട്ടിയിട്ടുണ്ട്. ഇതില് B1 C1ഉം B2 C2ഉം B3 C3ഉം B4 C4 ഒക്കെ കണക്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. A B1 ഈക്വൽ ടു B1 B2 ഈക്വൽ ടു B2 B3 ഈക്വൽ ടു B3 B4 ഈക്വൽ ടു B4 B and A C1 ഈക്വൽ ടു C1 C2 equal to C2 C3 equal to C3 C4 equal to C4 C. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, A B1 by B1 B. A B1 എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഷോർട്ട് പാർട്ട്. A B1 എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, B1 B എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം, 1 2 3 4. A B1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1. B1 B എന്ന് പറഞ്ഞത് 1 2 3 4 by 4. അതേപോലെ നമുക്ക് എന്ത് പറയാം, AC1 by C1 C എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഇത് ഒന്നാണ്, ഇതൊരു പാർട്ടാണ്, 1 2 3 4 1/4. അപ്പൊ ഇതൊക്കെ സെയിം റേഷ്യോയിലാണ് നമുക്ക് കിട്ടി. AB1 ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, AB1 by B1 B equal to AC1 by
C1C. അപ്പം നമുക്ക് എന്ത് പറയാം, ഇത് B1 C1 parallel to B2 C2 parallel to B3 C3 parallel to B4 C4 parallel to BC. അപ്പം നമുക്ക് തിയറം നോക്കാം. If a line divides any two sides of a triangle in the same ratio, then the line is parallel to the third side. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൽ ഒരു ലൈൻ രണ്ട് സൈഡിനെ ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട് വിചാരിച്ചു. ഇതാണ് നമ്മളുടെ രണ്ട് സൈഡ്, അതിനെ ഒരേ റേഷ്യോ ഇവിടെ ABC DE ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ AD by DB ഈക്വൽ ടു AE by EC ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ലൈന് മറ്റേ സൈഡിനോട് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് എഴുതാം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് DE parallel to BC. Let us assume that DE is not parallel to BC. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഡി BCനോട് പാരലൽ അല്ലാന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എന്നിട്ടോ പാരലൽ ആവുന്ന ഒരു ലൈൻ നോക്കാം, DE dash, and assume that DE dash is parallel to BC. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, AD by DB ഈക്വൽ ടു EE dash by E dash C അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, AD by DB ഈക്വൽ ടു AE by EC എന്ന് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ, ഇത് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ 1 and 2 ഇംപ്ലൈസ് എന്താ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് സെയിം ആകുമ്പോൾ റൈറ്റ് സൈഡ് ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ AE by EC ഈക്വൽ ടു AE ഡാഷ് by E ഡാഷ് C എന്ന് നമുക്ക് പറയാം. രണ്ട് ഭാഗത്തും നമ്മൾ 1 ആഡ് ചെയ്യാം, ആഡിങ് 1 to both sides. AE plus AE by EC plus 1 equal to AE dash by E dash C plus 1 എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. AE plus EC by EC ആണ് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് വരിക. റൈറ്റ് സൈഡ് എന്താ വരിക, AE dash plus E dash C by E dash C എന്ന് പറഞ്ഞു. അപ്പോൾ AE plus EC എന്ന് പറഞ്ഞാൽ എന്താ, AE plus EC എന്ന് പറഞ്ഞാൽ AC ആണ് by EC എന്ന് വന്നു. AE dash plus E dash C എന്ന് പറഞ്ഞാൽ എന്താ, AE dash plus E dash C എന്ന് പറഞ്ഞാലും അതും AC ആണ് by E dash C. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, E dash C equal to EC എന്ന് വന്നു. E dash C equal to EC ആവണമെങ്കിൽ നമുക്ക് എന്ത് പറയണം, implies E and E dash must coincide എന്ന് നമുക്ക് പറയാം. അതായത് E എന്ന് പറഞ്ഞ പോയിന്റും E dash എന്ന് പറഞ്ഞ പോയിന്റും ഒന്നാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, E dash C equal to EC എന്ന് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If a line intersects AB and AC of a triangle ABC at D and E respectively and is parallel to BC, prove that AD by AB equal to AE by AC. എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഏതാണ് ABC. അതിൽ ABൻ്റെയും ACൻ്റെയും മുകളിൽ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. AB AC പറഞ്ഞാൽ ഈ രണ്ട് സൈഡ്, അതിൻ്റെ മുകളിൽ ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അത് എവിടെയാണ് പോയിന്റ്, ഡിയിലും ഇയിലും. നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഡി എന്ന് പറയുന്ന ലൈന് BCനോട് പാരലൽ ആണ്. അപ്പം BC പാരലൽ ടു DE എന്ന് നമുക്ക് പറയാം. അത് തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, we have to prove that AD by AB equal to AE by AC. We have to prove that
AD by AB equal to AE by AC. AD by AB എന്ന് പറഞ്ഞാൽ എന്താ? AD പറഞ്ഞാൽ ഈ ഷോർട്ട് ഡിസ്റ്റൻസ്, AB എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ലെങ്ത്, AE എന്ന് പറഞ്ഞാലോ AE എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് ഡിസ്റ്റൻസ്, AC എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ തിയറം വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്താം. എന്ത്? AD by DB equal to AE by EC എന്ന് നമുക്ക് പറയാം. എന്താ കാരണം? ബൈ തിയറം നമ്മളിപ്പോൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ആ തിയറം വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിനെ തലവത്തിനിടാം. അപ്പം DB by AD ഈക്വൽ ടു EC by AE എന്ന് എഴുതാം. ഒന്നുമില്ല, അതിന്റെ റെസിപ്രോക്കൽ എടുത്തു, രണ്ട് ഭാഗത്തും റെസിപ്രോക്കൽ എടുത്താൽ ഈക്വൽ ആവുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ രണ്ട് സൈഡിൽ 1 ആഡ് ചെയ്യാം. ആഡിങ് 1 to both sides. DB by AD plus 1 equal to EC by AE plus 1 നമുക്ക് എഴുതാം. എന്നിട്ടോ ഇത് ചെയ്തോ? DB plus AD by AD equal to EC plus AE by AE. DB plus AD എന്ന് പറഞ്ഞാൽ എന്താ? DB plus AD അത് പറഞ്ഞാൽ AB ആണ്. by AD equal to EC plus AE എന്ന് പറഞ്ഞാൽ EC എന്ന് പറഞ്ഞാൽ അടിത്തലുണ്ട്. EC plus AE അപ്പം AC എന്ന് കിട്ടും by AE എന്ന് കിട്ടും. നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ തലവത്തിനുള്ള ഫോമാണ് പറഞ്ഞിട്ടുള്ളത്. AD by AB ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം. ടേക്കിംഗ് റെസിപ്രോക്കൽ we get AD by AB equal to AE by AC എന്ന് കിട്ടും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? hence the proof എന്ന് പറയാം. അപ്പൊ നമുക്ക് അടുത്ത വെച്ച് നോക്കാം. ABCD is a trapezium with AB parallel to DC. E and F are points on the non-parallel sides AD and BC respectively such that EF is parallel to AB. Show that AE by ED equal to BF by FC. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ ഒരു ട്രപ്പീസിയം തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ട്രപ്പീസിയം. ട്രപ്പീസിയത്തിന്റെ വെർട്ടീസസ് എന്തൊക്കെയാ? ABCD, ABCD. E and F are points on the non-parallel sides AD and BC. AD യിൽ E എന്ന് പറഞ്ഞ പോയിന്റും BC യിൽ F എന്ന് പറഞ്ഞ പോയിന്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. EF എന്ന് പറഞ്ഞാൽ AB നോട് പാരലൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം EF പാരലൽ ടു AB എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഗിവൺ? എന്നാൽ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് AE by ED, AE by ED equal to BF by FC, BF by FC. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ട് സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? AC ജോയിൻ ചെയ്യാം. ഇത് ഇവിടെ പോയിന്റിനെ G എന്ന് വിളിക്കാം. നമുക്ക് എന്തും കൂടി തന്നിട്ടുണ്ട്. AB പാരലൽ ടു DC ആണ് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം എന്താ? ട്രപ്പീസിയം ആണ്. ഓക്കെ. EF പാരലൽ ടു AB യും AB പാരലൽ ടു DC ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? EF പാരലൽ ടു DC ആണ് നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് എന്ത് പറയാം? ലൈൻസ് പാരലൽ ടു ദ സെയിം ലൈൻ ആർ പാരലൽ ടു ഈച്ച് അതർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ട്രയാങ്കിൾ ADC. ADC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതിൽ EG പാരലൽ ടു DC ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ആ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുമ്പോഴാണ് EG എന്ന് പറയുന്ന ലൈൻ DC എന്ന് പറയുന്നതിനോട് പാരലൽ ആണ്. കാരണം എന്താ? EF DC-നോട് പാരലൽ ആണ്. കാരണം EF പാരലൽ ടു DC. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? implies AE by ED equal to AG by GC ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ട്രയാങ്കിളിന്റെ കേസ് ഇപ്പം നമ്മൾ തിയറം വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. ഇത് ഇപ്പം തിയറം വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു.
അതേപോലെ നമുക്ക് എന്തും കൂടി പറയാം, കൺസിഡർ ട്രയാങ്കിൾ CAB, അതിലോ FG പാരലൽ ടു AB ആണെന്ന് നമുക്ക് പറയാം. കാരണം സിൻസ് EF പാരലൽ ടു AB, EF എന്നുള്ള FB പാരലൽ ആയതുകൊണ്ട് FG പാരലൽ ടു AB ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇംപ്ലൈസ് CF by BF equal to CG by AG. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ BF by CF equal to AG by CG എന്ന് എഴുതാം. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. AG by GC എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് സൈഡിലും ഈക്വൽ ആണ്. റൈറ്റ് സൈഡ് രണ്ടും ഈക്വൽ ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലും രണ്ടും ഈക്വൽ ആവും. അപ്പം നമുക്ക് എന്ത് പറയാം, ഫ്രം 1 and 2 AE by ED equal to BF by FC. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് പ്രൂവ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് പറയാം, hence the proof എന്ന് പറയാം. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ ES by SQ equal to PT by TR and angle PST equal to angle PRQ. Prove that PQR is an isosceles triangle. എന്താ പറഞ്ഞിട്ടുള്ളത്, PS by SQ എന്ന് പറയുന്നത്, അതായത് ഈ സൈഡ് ബൈ ഈ സൈഡ് ഈക്വൽ ടു PT by TR. PT പറഞ്ഞാൽ ഈ സൈഡ്, TR എന്ന് പറഞ്ഞാൽ ഈ സൈഡ്. ഇപ്പം നമുക്ക് തന്ന കാര്യം എഴുതാം, ഗിവൺ PS by SQ equal to PT by TR. എന്താണ് തന്നിട്ടുണ്ട്, ഗിവൺ. പിന്നെ എന്തും കൂടി തന്നിട്ടുണ്ട്, ആംഗിൾ PST equal to ആംഗിൾ PRQ. അതെന്താ തന്നിട്ടുണ്ട്. അതായത് PST എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, PRQ എന്ന് പറഞ്ഞാലോ PRQ, ഈ ആംഗിൾ. അപ്പൊ നമുക്ക് എന്താ അറിയാം, ഇതിന് നമുക്ക് എന്താ കിട്ടുന്നത്, ST പാരലൽ ടു QR ആണ് തന്നിട്ടുണ്ട്. ബൈ എന്താണ് തിയറം നമുക്ക് പറയാൻ പറ്റും, ST പാരലൽ ടു TR ആണ് നമുക്ക് തിയറം വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇംപ്ലൈസ് ആംഗിൾ PST ഈക്വൽ ടു ആംഗിൾ PQR. എന്താ കറസ്പോണ്ടിങ് ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ PST ആണ്, ഇവിടെയും PST ആണ്. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡ് ഈക്വൽ ആണെന്ന് പറയാം. ഇംപ്ലൈസ് ആംഗിൾ PRQ ഈക്വൽ ടു ആംഗിൾ PQR. PRQ എന്ന് പറയുന്നത് PQR എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, PQ ഈക്വൽ ടു PR. അതായത് സൈഡ്സ് ഓപ്പോസിറ്റ് equal angles. Sides opposite equal angles are equal. അതുകൊണ്ട് PQ equal to PR എന്ന് നമുക്ക് പറയാം. PQ equal to PR. PQ equal to PR ഉം ഈ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, PQR is an isosceles triangle എന്ന് നമുക്ക് പറയാൻ പറ്റും.